പോസിറ്റീവ് തിങ്കിങ് ട്രെയിൻ യുവർ മൈൻഡ് ടു സീ ഗുഡ് ഇൻ എവറിഥിങ്. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല, ലിറ്റിൽ ഡിഫിക്കൽട്ട് അല്ല, മോർ ഡിഫിക്കൽട്ട് ആണ് മെനി ടൈംസ്. സോ ഹൗ ടു ട്രെയിൻ യുവർ മൈൻഡ് ടു സീ ഗുഡ് ഇൻ എവറിഥിങ്. പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ചോയ്സ് ആണ്. എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞതും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കുമാണ്. ബിക്കോസ് ലൈഫ് അങ്ങനെയാണ് അല്ലേ, സ്ട്രഗിൾസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ചലഞ്ചസ് ഉണ്ടാവാം. സോ സംടൈംസ് വി ആർ ടു യങ് ടു ഫേസ് ഓൾ ദ ചലഞ്ചസ് ഓർ ടു ഇമ്മച്യൂർ ടു ഫേസ് ഓൾ ദ സ്ട്രഗിൾസ്. നമുക്ക് അത്ര മെച്യൂരിറ്റി ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ടു യങ് ആയിരിക്കാം അത്തരം സ്ട്രഗിൾസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് മാറി നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകണത് അല്ലേ. സോ പോസിറ്റിവിറ്റി ഈസ് എ ചോയ്സ് ആൻഡ് യു ഹാവ് ഗോട്ട് ദ റിമോട്ട്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആ ഒരു സീക്രട്ട് റിമോട്ടിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റാത്തത്? ബിക്കോസ് വി ഹാവ് ദ റിമോട്ട് ടു കൺട്രോൾ ദ പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി അല്ലേ. ഞാനിപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ള റിമോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് വി നെവർ യൂസ് ദ സീക്രട്ട് റിമോട്ട്. വൈ? അതിന് റീസൺസ് വളരെ സിമ്പിളാണ് ആലോചിച്ച് കഴിഞ്ഞാൽ. ബിക്കോസ് കഷ്ടപ്പാടുകൾ അത്രയും അധികമായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ എപ്പോഴും പറ്റി എന്ന് വരില്ല. അതുപോലെ സ്ട്രഗിൾസ് നമ്മൾ വിചാരിക്കണ ഏറ്റവും കൂടുതലായിരിക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിക്കുള്ള ഒരു വെള്ളമല്ലേ അതിൽ കൊള്ളുള്ളൂ. അതായത് നമ്മളുടെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും, നമുക്ക് എത്ര സ്ട്രഗിൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എത്ര ചലഞ്ചസാണ് പറ്റുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് പറ്റാണ്ട് വരും, അല്ലെങ്കിൽ മിക്കപ്പോഴും നമുക്കതിൽ എന്താ പറയുക, ആ സ്ട്രഗിൾസ് ഫുള്ള് നമുക്ക് ചലഞ്ചസായി ഫേസ് ചെയ്തിട്ട് അതിന് റിക്കവർ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോഴാണ് പലപ്പോഴും മൈൻഡ് നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് ട്രെയിൻ ചെയ്യണത്? വി നീഡ് സംതിങ് ടു ട്രെയിൻ അവർ മൈൻഡ് ടു ബി ഓൾവേസ് പോസിറ്റീവ്. ഇടയ്ക്കൊക്കെ മോട്ടിവേഷണൽ സ്പീച്ചുകൾ കേൾക്കാട്ടോ. ചില ചില ചലഞ്ചസ് ഉള്ള സിറ്റുവേഷനിൽ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ഈ ആളുകൾ തന്നെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യും. അവിടെയുണ്ട് കേട്ടോ തകരാറ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു സംഭവം ഉപയോഗിക്കാം. അതായത് നമ്മൾക്ക് എപ്പോഴാണ് നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്നത്, അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മൂന്നെണ്ണം ഉടനടി എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ഓർത്തെടുക്കാം. എന്നിട്ട് ആ പഴയ സിറ്റുവേഷൻ മാറ്റി പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാം. സ്റ്റാർട്ട് ഈച്ച് ഡേ വിത്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നല്ല നന്ദിയോടെ കൂടെ ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. ഗ്രാറ്റിറ്റ്യൂഡിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ കോട്ട്സ് കിട്ടും പോസിറ്റീവ് തിങ്കിങ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാട്ട് യു തിങ്ക് യു ബിക്കം. നമ്മൾ ആലോചിക്കുന്നതാണ് നമ്മളായിത്തീരുക എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സിറ്റുവേഷൻസൊക്കെ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയി ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്ന പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തു എന്ന് വെച്ചാലും ആയിത്തീർന്നു എന്ന് വരില്ല. വാട്ട് യു ഫീൽ യു അട്രാക്ട്. വാട്ട് യു ഫീൽ യു അട്രാക്ട് കറക്റ്റ് ആണല്ലോ. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് നമ്മൾ നമുക്കില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. വാട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് എന്നുള്ള ഫേമസ് ലൈൻ ഞാനിവിടെ ഇങ്ങനെ പറയാൻ കേട്ടോ. ബിക്കോസ് നമ്മൾ ഇമാജിൻ ചെയ്യണത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കഥയും കവിതയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യണതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള ഭയങ്കര ലീഡർഷിപ്പുള്ള ആൾക്കാർ അവരുടെ ലൈഫ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവർ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും സാധാരണ ഒരു നോർമൽ പേഴ്സണേക്കാളും, ആൻഡ് ദേ ക്രിയേറ്റ് എന്നുള്ളത്. നമ്മൾ റിച്ചാണ് എന്ന് വിചാരിച്ചാൽ റിച്ച് ആവുമോ ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റേറ്റസിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എവ്രി ഡേ മേ നോട്ട് ബി ഗുഡ്. എല്ലാ ദിവസവും നല്ലതായിരിക്കണമെന്നൊന്നുമില്ല. ബട്ട് ദർ ഇസ് ഗുഡ് ഇൻ എവ്രി ഡേ. പക്ഷേ ആ ദിവസത്തിലും എന്തെങ്കിലും നല്ലതുണ്ടായിരിക്കാം. ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരു ദിവസം തുടങ്ങി. ടുഡേ ഇസ് വെരി പോസിറ്റീവ് ഡേ, ടുഡേ ഇസ് വെരി എനർജറ്റിക് ഡേ, ടുഡേ ഐ അച്ചീവ് ദീസ് ഗോൾസ് അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളൊരു ദിവസം തുടങ്ങി. പക്ഷേ ദിവസത്തിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ബിറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ മേലെ ഓവർ തിങ്ക് ചെയ്ത് എന്നാലും ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചു. ബട്ട് ദർ ഈസ് ഗുഡ് ഇൻ ദാറ്റ് ഓൾസോ. സംടൈംസ് എന്തെങ്കിലും നന്മ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഡേ ആണെന്ന് വിചാരിച്ചു, മോശം ദിവസമാണെന്ന് വിചാരിച്ചു. പക്ഷെ ദർ ഇസ് എ ട്വിസ്റ്റ്. എന്തിനാ ട്വിസ്റ്റ് വന്ന് നമുക്ക് മനസ്സിലായില്ല.
സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ കുക്ക് ചെയ്തപ്പോൾ കറി ശരിയായില്ല എന്നായിരിക്കാം. അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എക്സാമിന് അത് തെറ്റിപ്പോയി എന്നായിരിക്കാം. ബട്ട് ദർ ഇസ് എ റീലേണിംഗ് ടൈം ഓർ അൺലേൺ. നമ്മൾ വിചാരിച്ചത് ശരിയായില്ല. സോ വി ക്യാൻ അൺലേൺ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ചില ആളുകളെ പറ്റിയിട്ട് വളരെ നല്ലതാന്ന് ചിന്തിച്ച് വർഷങ്ങളോളം നമ്മൾ അവരുടെ വാക്കുകൾ കേട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിന്നിരിക്കാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓരോരുത്തരുടെ സിറ്റുവേഷനും വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ ചില ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓഹ്, ഇന്ന് എന്തിനാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ പെരുമാറിയത്? ബിക്കോസ് ദ സിറ്റുവേഷൻ വാസ് ലൈക്ക് ദാറ്റ് ടു ഹിം ഓർ ഹർ. ദാറ്റ് ഈസ് വൈ പീപ്പിൾ ആർ ബിഹേവിങ് ഡിഫറെൻ്റ്ലി. അത് വിചാരിച്ചിട്ട് നമ്മളുടെ ആ ഒരു ദിവസം മോശമാക്കണമെന്നില്ല. ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അവർ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോഴും ഈ ചലന്തി വലയുടെ ഉള്ളിൽ പെട്ട പോലെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ ട്രെയിൻ യുവർ മൈൻഡ് ടു ബി പോസിറ്റീവ് ഓൾ ദ ടൈം. ഡിഫിക്കൽട്ടാണ്, എനിക്കും ഡിഫിക്കൽട്ടാണ്, ഞാനും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ബിക്കം പോസിറ്റീവ് ഓൾ ദ ടൈം. ബിക്കോസ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമൊന്നുമല്ല, പറയാൻ പറ്റും, ഭയങ്കര എളുപ്പം പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ പറ്റും പോസിറ്റീവ് ആയിരിക്കണം എന്ന്. ബട്ട് ബീയിങ് പോസിറ്റീവ് ഓൾ ദ ടൈം അറ്റ് എനി സിറ്റുവേഷൻ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ബട്ട് വി ക്യാൻ ട്രെയിൻ ബിക്കോസ് വി ഹാവ് വാട്ട് വി ഹാവ് ഗോട്ട് ദ റിമോട്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ആ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. സോ ബി പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്, always. Thank you for listening to me, Jita.